സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും. 1600 രൂപ വീതമാണ് പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക ലഭിക്കുന്നതുമാണ്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നിലവിൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും. പെൻഷൻ തുക 2500 ഉയർത്തണമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പെൻഷൻ തുക 1700 രൂപയിലേക്ക് മാറ്റുമെന്നാണ് അറിയിപ്പുകളുള്ളത്. 100 മുതൽ 200 രൂപ വരെയുള്ള വർധനവായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഈ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ പെൻഷൻ വിതരണം കൂട്ടി നൽകുമെന്നാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. പെൻഷൻ തുക കൂട്ടി ലഭിക്കുന്നത് നിരവധി പേർക്ക് ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൂടാതെ 1600 രൂപയോടൊപ്പം കുറച്ചു പേർക്ക് കേന്ദ്ര വിഹിതം കൂടി കൂട്ടിയാണ് 1600 രൂപയുടെ വിതരണം ഉള്ളത്. ആധാർ കാർഡ് മുഖേനയാണ് ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതും. അതിനാൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്യേണ്ടതുണ്ട്. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരികയുള്ളൂ. ഇവ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്ക് സന്ദർശിച്ചു കഴിഞ്ഞ് ഇവ കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. ഇവ ചെയ്യുവാനായി 2 മാസത്തെ കാലാവധിയുമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. കിടപ്പ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ നേരിട്ടെത്തി തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും. 1600 രൂപ വീതം ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ 30 രൂപയായിരിക്കും ഫീസ് ഈടാക്കുക. ഇപ്പോൾ ഈ പെൻഷൻ തുക കൃത്യമായി തന്നെയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇനി 2 മാസത്തെ കുടിശ്ശിക കൂടിയാണ് നൽകാനുമുള്ളത്. 2 മാസത്തെ കുടിശ്ശികയായ 3200 രൂപയുടെ വിതരണം ഓണത്തിന് മുമ്പായി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകളുള്ളത്. എല്ലാ കുടിശ്ശികയും പരിപൂർണമായി വിതരണം ചെയ്യുമെന്നും അറിയിപ്പുകളുണ്ട്. ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. 2 മാസത്തെ സമയമുള്ളതിനാൽ സമയമനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതുമാണ്. ജൂൺ 25 ഈ മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുകയുള്ളൂ. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ സമയവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ മനസ്സിലാക്കി കൂടാതെ കൃത്യമായ വിവരങ്ങളും ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്.